പോട്ട ബാങ്ക് കവർച്ച കേസ് പ്രതി റിജോ ആന്റണിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 2 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് അനുവദിച്ചിരിക്കുന്നത്. ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, വിവരങ്ങൾ പറയും. അരുണ്യ, 2 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. 20-ാം തീയതി രാവിലെ 10 മണിക്ക് കോടതിയിൽ പ്രതിയെ തിരിച്ച് ഹാജരാക്കണം. ഇതിനുള്ളിൽ അന്വേഷണവും ചോദ്യം ചെയ്യലും അടക്കമുള്ള തെളിവെടുപ്പ് ശേഖരണവും അടക്കമുള്ള നടപടികൾ പൂർത്തീകരിക്കണമെന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം. കസ്റ്റഡി അപേക്ഷ പ്രധാനമായും പറയുന്നത് പ്രതിയെ കൃത്യം നടത്തിയതിനു ശേഷം രക്ഷപ്പെടാൻ ഉപയോഗിച്ച സ്കൂട്ടറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കണം, സ്കൂട്ടറിന്റെ രേഖകളടക്കം കണ്ടെടുക്കണം. അതോടൊപ്പം തന്നെ കൃത്യത്തിനായി ഉപയോഗിച്ച ഗ്ലൗസ്, ജാക്കറ്റ്, ഹെൽമെറ്റ് തുടങ്ങിയവ വാങ്ങിയ സ്ഥലം ഏതാണെന്ന് കണ്ടെത്തണം. അത് കത്തിച്ചു കളഞ്ഞതായാണ് പ്രതി പറയുന്നത്. പക്ഷെ അത് വിശ്വാസത്തിലെടുക്കുന്നില്ല. അത് തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി അത് കണ്ടെത്തണം. ഇവ വാങ്ങിയ സ്ഥലങ്ങളിൽ പോയി തെളിവെടുക്കണം. അതോടൊപ്പം തന്നെ പ്രതി രക്ഷപ്പെട്ട വഴി ഏതെല്ലാമാണെന്ന് ഒരിക്കൽ കൂടി പ്രതിയുമായി എത്തി ആ വഴി കൂടിയുള്ള തെളിവെടുപ്പ് നടത്തണം. അത്തരം കാര്യങ്ങളാണ് കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നതെങ്കിലും പ്രധാനമായും ഈ സംഭവത്തിൽ മറ്റാരുടെയെങ്കിലും ഇയാൾക്ക് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് തുടരന്വേഷണത്തിന്റെ ഭാഗമായി പ്രധാനമായും ഉണ്ടാകുക. 2 ദിവസത്തെ തെളിവെടുപ്പിന് ചോദ്യം ചെയ്യലിനും ശേഷം 20-ാം തീയതി ആയിരിക്കും പ്രതിയെ ഹാജരാക്കുക കോടതിയിൽ. വിയ്യൂർ ജില്ലാ ജയിലിലായിരുന്ന പ്രതിയെ ഇന്ന് രാവിലെ കോടതിയിൽ എത്തിച്ചു. അതിനുശേഷം കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിച്ചു. 2 ദിവസത്തെ കസ്റ്റഡി കാലാവധി അനുവദിച്ചു. അതിനുശേഷം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി പ്രതിയെ ചാലക്കുടി സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. റിജോ ആന്റണിയെ ചാലക്കുടി സ്റ്റേഷനിൽ വെച്ച് DYSP PK സുമേഷ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും ഇയാളെ മറ്റു സ്ഥലങ്ങളിലേക്ക് തെളിവെടുപ്പിനും മറ്റുമായി കൊണ്ടുപോകുക. ഏതായാലും പ്രതിയെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. തുടരന്വേഷണവും വേഗത്തിലാക്കാനുള്ള നീക്കങ്ങളിലാണ് പോലീസ് ഉള്ളത്. അരുണ്യ, പോട്ട ബാങ്ക് കവർച്ച കേസ് പ്രതി റിജോ ആന്റണിയെ 2 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ലെവിൻ കെ വിജയൻ.